8 ദിവസത്തെ വിദേശ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഖാനയിലേക്കാണ് ആദ്യ യാത്ര. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഖാന സന്ദർശിക്കുന്നത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. 10 വർഷത്തിനിടെ മോദി നടത്തുന്ന ഏറ്റവും നീണ്ട ദൈർഘ്യമേറിയ വിദേശ സന്ദർശനം. 5 രാജ്യങ്ങൾ സന്ദർശിക്കുന്നു, ബ്രിക്സ് യോഗത്തിൽ പങ്കെടുക്കുന്നു. ഒപ്പം തന്നെ ഈ സഹകരണ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള സാമ്പത്തിക സഹകരണങ്ങളും ഉറപ്പാക്കുന്നു. ഇതൊക്കെയല്ലേ അജണ്ട? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനത്തിനായി യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ട് ചരിത്രപരമായ ആണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം. 10 വർഷത്തിനിടെ അദ്ദേഹം നടത്തുന്ന ഏറ്റവും ദീർഘമായ വിദേശ സന്ദർശനമാണ് ഇത്. ഈ 8 ദിവസങ്ങൾക്കിടെ 2 ഭൂഖണ്ഡങ്ങളിലായി 5 രാജ്യങ്ങളിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുക. അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനം ഖാനയിലേക്കാണ്. 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഖാനയിൽ എത്തുന്നത്. ഖാന പ്രസിഡന്റുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇന്ത്യയുമായി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പ്രധാനമന്ത്രി ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലേക്ക് സന്ദർശനം നടത്തുന്നുണ്ട് അടുത്ത 2 ദിവസങ്ങളിൽ. ഈ സന്ദർശനത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രധാനമായും ഖനനം, വാണിജ്യം, സാംസ്കാരികം, സാമ്പത്തികം എന്നീ മേഖലകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു. 26 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ട്രിനിഡാഡ് സന്ദർശിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം അർജന്റീനയിലും സന്ദർശനം നടത്തുന്നുണ്ട്. അർജന്റീനയിൽ 56 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. കൂടാതെ പ്രധാന ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ വിദേശ സന്ദർശനത്തിൻ്റെ എന്നുള്ളത് ബ്രസീലിൽ നടക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഈ ഉച്ചകോടിക്കിടെ തന്നെ മറ്റ് രാഷ്ട്ര തലവന്മാരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതുകൂടാതെ ബ്രസീലിയൻ പ്രസിഡന്റുമായും പ്രധാനമന്ത്രി പ്രത്യേകം ചർച്ച നടത്തും. ക്രിസ്റ്റീന. ഓക്കെ, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി.